സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. 16ാം കേരള നിയമസഭയിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 21 അംഗങ്ങളുള്ള വി ഡി സതീശൻ മന്ത്രിസഭയാണ് അധികാരമേറ്റത്. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ തുടങ്ങിയവരും പങ്കെടുത്തു. പീരുമേട്ടിലെ തോട്ടം തൊഴിലാളികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് നിയുക്ത പീരുമേട് MLA അഡ്വക്കേറ്റ് സിറിയക് തോമസ്. പീരുമേട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാവുന്നയാളാണ് മുഖ്യമന്ത്രിയെന്നും സിറിയക്. ഇടുക്കി DCC പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസിനെതിരെ നടത്തിയ പരാമർശത്തിൽ DCC പ്രസിഡന്റിനെതിരെ സോഷ്യൽ മീഡിയയിലും പോരാട്ടം. CP മാത്യുവിനെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പോസ്റ്റുകൾ നിറയുന്നു. വീതി കൂട്ടി നിർമ്മിക്കുന്നതിനായി ഉണ്ടായിരുന്ന റോഡ് കുത്തിപ്പൊളിച്ചിട്ട് 8 മാസം പിന്നിടുന്നു. കാൽനട പോലും കടന്നു പോകുവാൻ കഴിയാതെ ദുരിതമനുഭവിക്കുകയാണ് ശാന്തൻപാറ പഞ്ചായത്തിലെ കൂന്തപ്പനത്തേരിയിലുള്ള 50ഓളം കുടുംബങ്ങൾ. വിശദമായ വാർത്തകളിലേക്ക്. 16ാം കേരള നിയമസഭയിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 21 അംഗങ്ങളുള്ള വി ഡി സതീശൻ മന്ത്രിസഭയാണ് അധികാരമേറ്റത്. ചെറുപുഞ്ചിരിയോടെ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുമ്പോൾ സാക്ഷിയായത് പതിനായിരക്കണക്കിന് പ്രവർത്തകരും രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ തുടങ്ങിയ ദേശീയ നേതാക്കളുമാണ്. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യും. ഒരു പതിറ്റാണ്ടിന് ശേഷമാണ് ഇടത് കോട്ട തകർത്ത് കേരളം തിരിച്ചുപിടിച്ച് ജനങ്ങൾ ഹൃദയത്തിൽ നിന്ന് നൽകിയ വിജയത്തോടെ UDF സർക്കാർ കേരളത്തിൽ അധികാരത്തിലെത്തുന്നത്. ആവേശത്തോടെയും ആഹ്ലാദത്തോടെയുമാണ് UDF പ്രവർത്തകർ VD മന്ത്രിസഭയുടെ സ്ഥാനാരോഹണത്തെ വരവേറ്റത്. 10,000 സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തി. പോലീസിന് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധമായിരുന്നു ജനത്തിരക്ക്. ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു സർക്കാരാകും കേരളത്തിൽ ഉണ്ടാക്കുക എന്നാണ് VD സതീശൻ മുമ്പ് വ്യക്തമാക്കിയത്. VD സതീശനൊപ്പം രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി, സണ്ണി ജോസഫ്, മോൻസ് ജോസഫ്, CP ജോൺ, PC വിഷ്ണുനാഥ്, K മുരളീധരൻ, ഷിബു ബേബി ജോൺ, KA തുളസി, N ഷംസുദ്ദീൻ, M ലിജു, T സിദ്ദിഖ്, VA അബ്ദുൾ ഗഫൂർ, OJ ജനീഷ്, റോജി M ജോൺ, KM ഷാജി, PK ബഷീർ, ബിന്ദു കൃഷ്ണ, AP അനിൽകുമാർ, അനൂപ് ജേക്കബ് എന്നീ മന്ത്രിമാരുമാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. VD മന്ത്രിസഭ അധികാരമേറ്റതിന്റെ ആഘോഷത്തിലാണ് കേരളത്തിലാകെയുള്ള UDF പ്രവർത്തകർ. ന്യൂസ് ഡെസ്ക് സിറ്റി വിഷൻ. 2016 മുതൽ 2 തവണ കേരളത്തിൽ അധികാരത്തിലിടുന്ന LDF മന്ത്രിസഭകളിൽ ഇടുക്കി ഹൈറേഞ്ചിൽ നിന്നും മന്ത്രി ഉണ്ടായിരുന്നെങ്കിൽ ഒരു പതിറ്റാണ്ടിന് ശേഷം കേരളം തിരിച്ചുപിടിച്ച് അധികാരത്തിലെത്തിയ UDF മന്ത്രിസഭയിൽ ഇത്തവണ ഇടുക്കിയിൽ നിന്നും മന്ത്രിയില്ല. ആകെ ലഭിച്ചത് അബു ജോൺ ജോസഫിന്റെ ക്യാബിനറ്റ് പദവിയുള്ള ചീഫ് വിപ്പ് സ്ഥാനം മാത്രം. കേരളത്തെ തന്നെ ഞെട്ടിച്ച് 102 സീറ്റ് നേടി അധികാരത്തിലെത്തിയ UDF മന്ത്രിസഭയിൽ പട്ടയ ഭൂപ്രശ്നങ്ങളും കാർഷിക മേഖലയിലെ വിഷയങ്ങളും വിനോദസഞ്ചാരത്തിന്റെ സാധ്യതകളും അടക്കം പരിഹരിക്കുന്നതിന് ഹൈറേഞ്ചിൽ നിന്നൊരു മന്ത്രി വേണമെന്ന മലയോരത്തിന്റെ ആവശ്യം പരിഗണിക്കപ്പെട്ടില്ല. ഏറ്റവും ഒടുവിലത്തെ പ്രതീക്ഷ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്നും അബു ജോൺ ജോസഫ് മന്ത്രിസഭയിൽ എത്തുമെന്നതായിരുന്നു. എന്നാൽ ആ പ്രതീക്ഷയും മങ്ങി. അബുവിന് ക്യാബിനറ്റ് പദവിയുള്ള ചീഫ് വിപ്പ് സ്ഥാനം മാത്രം. വികസനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, പതിറ്റാണ്ടുകളായി ഇടുക്കിയിലെ കുടിയേറ്റ ജനത അനുഭവിക്കുന്ന നിരവധി വിഷയങ്ങളിൽ ഇടപെടാൻ മലയോരത്ത് നിന്ന് മന്ത്രി ഉണ്ടാവണമെന്നതായിരുന്നു ആവശ്യം. ഇതാ UDF മുന്നണിയിലെ ഘടകകക്ഷികൾ പോലും പരസ്യമായി ആവശ്യപ്പെട്ട രംഗത്തെത്തിയിരുന്നു. മാത്രവുമല്ല, വ്യാപാരി വ്യവസായികൾ അടക്കമുള്ളവരും ഇതേ ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ ഇത്തവണ മിന്നും വിജയം നൽകിയ ജില്ലയിലെ 5 സീറ്റുകളും UDF കോട്ടയായി മാറിയപ്പോൾ ഇടുക്കിയെ പരിഗണിക്കാത്തതിൽ പ്രതിഷേധ സ്വരങ്ങളും ഉയരുന്നുണ്ട്. അതേസമയം ഇടുക്കിയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ശാശ്വതമായ പരിഹാരം ഉറപ്പു നൽകിയ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത VD സതീശന്റെ വാക്കുകളിൽ പ്രതീക്ഷയർപ്പിച്ച കാത്തിരിക്കുകയാണ് ഇടുക്കി. സിറ്റി വിഷൻ, രാജാക്കാട്. പീരുമേട്ടിലെ തോട്ടം തൊഴിലാളികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് നിയുക്ത പീരുമേട് MLA അഡ്വക്കേറ്റ് സിറിയക് തോമസ്. 26 വർഷമായി പൂട്ടിക്കിടക്കുന്ന പീരുമേട് ടീ കമ്പനിയിലെ ഉൾപ്പെടെയുള്ള തൊഴിലാളികളുടെ ദുരിത ജീവിതം അറിയാവുന്നയാളും
ഇടുക്കിയുടെ കാതലായ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ആളുമാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശനെന്നും അതുകൊണ്ട് തന്നെ എസ്റ്റേറ്റ് തൊഴിലാളികളുടെ ദുരിത ജീവിതം അവസാനിപ്പിക്കുവാനുള്ള എല്ലാ നടപടികളും അദ്ദേഹം സ്വീകരിക്കുമെന്നും MLA പറഞ്ഞു. വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന തൊഴിലാളികളാണ് ഇവിടെയുള്ളത്. എസ്റ്റേറ്റ് ലയങ്ങളൊക്കെ തകർന്നു കിടക്കുകയാണ്. ഇവിടെ താമസിക്കുന്ന തൊഴിലാളി കഴിഞ്ഞ ദിവസമാണെങ്കിലും വലിയ കാറ്റിലും മഴയിലും ഇവിടുത്തെ കുറച്ച് ലയങ്ങൾ തകർന്നു പോയതാണ്. ബഹുമാന്യനായ വി.ഡി. സതീശനെ ഇവിടുത്തെ തോട്ടത്തിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിലെ കാതലായ പ്രശ്നങ്ങളെക്കുറിച്ച് നല്ല അറിവുള്ളയാളാണ്. അദ്ദേഹം ഈ കാര്യത്തിലൊക്കെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നേരിട്ട് ഇടപെട്ടിട്ടുള്ളയാളാണ്. ഇവിടെ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ അവരുടെ മെച്ചമായ ഒരു താമസ സൗകര്യമാണ് ആദ്യം ഒരുക്കുന്നതിന് ഞാൻ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ മറ്റ് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ ഉണ്ടാകും. ഇവിടുത്തെ തൊഴിലാളികൾക്ക് അവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട ഒരു ജീവിത സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന് ഐക്യജനാധിപത്യ മുന്നണിയുടെ മന്ത്രിസഭയോടൊപ്പം നിന്നുകൊണ്ട് ഞാനും പ്രവർത്തിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇടുക്കി DCC പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസിനെതിരെ നടത്തിയ പരാമർശത്തിൽ DCC പ്രസിഡന്റിനെതിരെ സോഷ്യൽ മീഡിയയിലും പോരാട്ടം തുടരുകയാണ്. CP മാത്യുവിനെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പോസ്റ്റുകൾ നിറയുന്നു. പ്രസിഡന്റിന്റെ പരാമർശം വിവാദമായതോടെ KSU യൂണിറ്റ് പ്രസിഡന്റ് മുതൽ ഡീൻ കുര്യാക്കോസ് വഹിച്ചിട്ടുള്ള സ്ഥാനങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് DCC ഭാരവാഹിയായ മുകേഷ് മോഹനന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ഷിനു വളകോട് ചേരുകയാണ്. ഷിനു, വലിയ വിവാദത്തിന് വഴിയൊരുക്കിയതാണ് ഈ DCC പ്രസിഡന്റ് CP മാത്യുവും ഡീൻ കുര്യാക്കോസും തമ്മിലുള്ള വാഗ്വാദം എന്ന് പറയുന്നത്. വളരെ രൂക്ഷമായ ഭാഷയിലായിരുന്നു CP മാത്യു ഡീൻ കുര്യാക്കോസിനെ വിമർശിച്ചത്. ഒരു ഗുണവുമില്ലാത്തയാളാണ്, മൂക്കാത്ത പഴുത്ത MP ആയ ആളാണ് തുടങ്ങിയിട്ടുള്ള പരാമർശങ്ങളായിരുന്നു DCC പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഒരു ഘട്ടത്തിൽ ഒന്നിച്ച് ചേർന്ന് നിൽക്കുന്ന കൂട്ടായി പോയിക്കൊണ്ടിരുന്ന രണ്ടുപേർ വളരെ പെട്ടെന്ന് അകലുന്നു. അവർ തമ്മിൽ വലിയ രൂക്ഷമായ ഭാഷയിൽ പരസ്യ പ്രതികരണത്തിലേക്ക് എത്തുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നു. ഈ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറി മറയുന്നതിന് പിന്നാലെയാണോ ഇത്തരത്തിൽ രൂക്ഷമായി മാറിയിരിക്കുന്നത്? ഒപ്പം തന്നെ ഇപ്പോൾ ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ CP മാത്യുവിനെതിരെയുള്ള വലിയ പ്രതിഷേധമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഡീൻ കുര്യാക്കോസിന് വലിയ പിന്തുണ കൊടുത്തുകൊണ്ട് മുൻപുണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾ, അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ DCC ഭാരവാഹികളടക്കം പോസ്റ്റുകൾ കൊണ്ട് നിറയുകയാണ്. എന്താണ് കൂടുതൽ വിവരങ്ങൾ ഷിനു? ഇടുക്കി DCC പ്രസിഡന്റ് ആയിരിക്കുന്ന CP മാത്യു MP ഡീൻ കുര്യാക്കോസിനെതിരെ നടത്തിയ വിവാദ പ്രസ്താവനകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പ്രസ്താവനകൾ കെട്ടടക്കുന്നില്ല. DCC ഭാരവാഹികളും പ്രവർത്തകരും ഫേസ്ബുക്കിലടക്കം പോസ്റ്റുകളുമായി മുമ്പോട്ട് വന്നിട്ടുണ്ട്. നിലവിൽ ഡീൻ കുര്യാക്കോസിനെ അനുകൂലിച്ചിരുന്ന CP മാത്യു ആ പക്ഷത്ത് മാറി കേസുവേണുഗോപാൽ പക്ഷത്തേക്ക് ചായഞ്ഞു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഇതിനോടനുബന്ധിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ വിവാദങ്ങൾ. DCCയുടെ ഭാരവാഹികളും പ്രവർത്തകരും ഒക്കെയാണ് പുതിയ പോസ്റ്റുകളുമായി ഫേസ്ബുക്കിലടക്കം മുമ്പോട്ട് വന്നിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം മുകേഷ് മോഹൻ ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് ഇങ്ങനെയാണ്: ഒരുപാട് മൂത്താൽ പിന്നെ പഴുപ്പ് കൂടിയാൽ ചീഞ്ഞാൽ പിന്നെ നാറും. ഡീൻ കുര്യാക്കോസ് ഇടുക്കി MPയും KPCC രാഷ്ട്രീയ സമിതി അംഗവുമാണ്. പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് നോമിനേഷനൊപ്പം അയാൾ രേഖപ്പെടുത്തിയ കേസിന്റെ എണ്ണം 200-ന് മേലെയാണ്. ഈ കേസിൽ ഒന്നുപോലും ആരെയും വഞ്ചിച്ചതിന്റെയോ ചതിച്ചതിന്റെയോ വണ്ടിച്ചെക്ക് കൊടുത്തതിന്റെയോ വ്യാജ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കൊടുത്തതിന്റെ അല്ല. അയാളുടെ കൂടെ നിന്ന 2 ചെറുപ്പക്കാരെ CPM നരഭോജികൾ വെട്ടിനുറുക്കിയപ്പോൾ കേരളത്തിലുണ്ടായ വൈകാരിക പ്രതിഷേധങ്ങളുടെ പേരിൽ അന്നത്തെ സർക്കാർ എടുത്ത കേസുകളാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റ് ഡീൻ കുര്യാക്കോസിന്റെ കഴിഞ്ഞ ദിവസത്തെ ഈ വഹിച്ചിരുന്ന പോസ്റ്റുകൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. KSU യൂണിറ്റ് സെക്രട്ടറി, KSU യൂണിറ്റ് പ്രസിഡന്റ്, യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ, യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് കൗൺസിൽ മെമ്പർ, KSU സംസ്ഥാന സെക്രട്ടറി, KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് ഇടുക്കി പാർലമെന്റ് കമ്മിറ്റി പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ്, 2019 ഇടുക്കി MP. പാർട്ടിയിൽ എന്താണ് ചുമതലയെന്ന് CP മാത്യു ചോദിച്ചിരുന്നു. അതിന് മറുപടിയായി AICC വർക്കിംഗ് കമ്മിറ്റി പോലെ കേരളത്തിലെ കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായ KCC രാഷ്ട്രീയകാര്യ സമിതിയിലെ അംഗമാണ് ഡീൻ കുര്യാക്കോസ് എന്ന് മുകേഷ് മോഹൻ പറയുന്നു. ഇതോടൊപ്പം തന്നെ DCCയുടെ സെക്രട്ടറി ആയിരിക്കുന്ന ബിജു മാണിയും പോസ്റ്റുമായി രംഗത്ത് വന്നിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കപ്പറമ്പിലടക്കം പോസ്റ്റുകളുമായി മുമ്പോട്ട് വന്നിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ നടക്കുന്ന സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഇതിന് ഒരു നടപടി ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. എന്തായാലും ഈ DCC പ്രസിഡന്റിനോടൊപ്പം മുന്നോട്ട് തുറന്ന് പ്രവർത്തിക്കുവാൻ തയ്യാറല്ല എന്നാണ് DCC ഭാരവാഹികൾ വ്യക്തമാക്കുന്നത്.
അത്തരത്തിലാണ്. എന്തായിരുന്നാലും ആ വാഗ്വാദം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇരു വിഭാഗത്തും ചേരിതിരിഞ്ഞ് ആളുകൾ പ്രവർത്തകർ ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ്, അതിൻ്റെ ഒരു പ്രതിഫലനമാണ് സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഷിനു വളകോടാണ് വിവരങ്ങൾ നൽകിയത്. നന്ദി ഷിനു. മറ്റു വാർത്തകൾ നോക്കാം. വീതി കൂട്ടി നിർമ്മാണത്തിനായി ഉണ്ടായിരുന്ന റോഡ് കുത്തിപ്പൊളിച്ചിട്ട് 8 മാസം പിന്നിടുന്നു. കാൽനടയായി പോലും കടന്നു പോകാൻ കഴിയാതെ ദുരിതം അനുഭവിക്കുകയാണ് ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിലെ കുന്തപ്പനത്തേരിയിലുള്ള 50ഓളം കുടുംബങ്ങൾ. പാതി വഴിയിൽ നിർമ്മാണം നിലച്ച റോഡ് പൂർത്തീകരിക്കാൻ ഫണ്ടില്ലെന്ന വിശദീകരണമാണ് പഞ്ചായത്ത് നൽകുന്നത്. എട്ട് മാസം മുമ്പ് വരെ ഇതുവഴി വാഹനങ്ങൾ എത്തുമായിരുന്നു. പ്രദേശവാസികളുടെ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനായി 8 മാസം മുമ്പാണ് പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ച് റോഡ് വീതി കൂട്ടി കോൺക്രീറ്റ് ചെയ്യുന്നതിന് നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ നിർമ്മാണം പാതി വഴിയിൽ നിലച്ചു. ഇതോടെ നാട്ടുകാരുടെ ദുരിതകാലത്തിനും തുടക്കമായി. വീതി കുറവായിരുന്നെങ്കിലും 50ഓളം കുടുംബങ്ങൾക്ക് ആശ്രമായിരുന്ന റോഡിലൂടെ വാഹനങ്ങൾ എത്തിയിരുന്നതാണ്. റോഡ് കുത്തിപ്പൊളിച്ചതോടെ കാൽനടയായി പോലും കടന്നുപോകുവാൻ കഴിയാത്ത അവസ്ഥയിലെത്തി. സ്കൂൾ തുറന്നാൽ കുട്ടികൾ ഈ ദുരിതപാത താണ്ടി വേണം മെയിൻ റോഡിലേക്ക് എത്താൻ. റോഡിന് വേണ്ടി പാർട്ടിക്കാരായിട്ട് ഇവിടെ വന്ന് മീറ്റിംഗ് എടുത്തു സാറേ, ഒരു 2-3 പ്രാവശ്യം. അപ്പോൾ ജനങ്ങൾ ഞങ്ങൾ സമ്മതിച്ചു, ഇത്ര വീതിക്ക് റോഡ് എടുത്ത് തരുവാണെങ്കിൽ ഈ മണ്ണ് എടുക്കുന്ന സ്ഥലത്ത് കട്ടിങ്ങുകളൊക്കെ കെട്ടിത്തരണം എന്നും പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞായിരുന്നു. അവർ അത് സമ്മതിച്ചു. ഉടനെ തന്നെ റോഡ് വെട്ടിയെടുത്തിട്ട് ഉടനെ തന്നെ കെട്ടിത്തരാം എന്നും പറഞ്ഞു. ഇപ്പോൾ അത് എടുത്തിട്ട് 6-7 മാസമായി. അവർക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ സ്ഥലത്തൊക്കെ കെട്ടി, ബാക്കിയുള്ളവരുടെ വീട് മുറ്റം ഇങ്ങനെ കിടക്കുക. ഇതിപ്പോൾ ഈ മഴക്കാലം ഈ அவஸ்தை ரொம்ப சிரமமாகத்தே இருக்குது. நடந்து போக முடியல, கீழே இறங்கி வர முடியல. மழை வேற பெய்ய போகுது, மொத்தம் ரோடும் போயிடும், பிறகு வீடு வாசல் எல்லாம் போயிடும். எங்களுக்கு ரொம்ப கஷ்டமாக இருக்குது. எலெக்ஷனுக்கு முன்னாடி இதை வந்து இடிச்சு போட்டவங்க இப்போ வரைக்கும் இந்த சைடு எட்டி கூட பார்க்கல. அதனால் எங்களுக்கு ரோடை சீக்கிரம் போட்டு தரணும், அந்த கெட்டு வேகமாக கட்டி தரணும். ഇത് മാത്രമല്ല, റോഡ് വീതി കൂട്ടിയതോടെ പല വീടുകളുടെയും സംരക്ഷണ ഭിത്തികൾ തകർന്നു വീണു. ഒപ്പം സേഫ്റ്റി ടാങ്ക് തകർന്ന മാലിന്യം പുറത്തേക്ക് ഒഴുകുന്ന അവസ്ഥയിലെത്തി. എനിക്ക് എങ്ങനെയെങ്കിലും എനിക്കിപ്പോൾ സേഫ്റ്റി ടാങ്ക് ലീക്കായിക്കൊണ്ടിരിക്കുക. അത് എങ്ങനെയെങ്കിലും എനിക്ക് കെട്ടിത്തരണം. വളി വേണം, വളിക്ക് 1.5 അടി കൊടുത്തിട്ടുണ്ട്. അതില്ലാതെ എൻ്റെ ഭാഗം കെട്ടിത്തരണം. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡിലാണ് ജനങ്ങൾ ഈ ദുരിതം അനുഭവിക്കുന്നത്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പ് റോഡ് നിർമ്മാണം പൂർത്തീകരിക്കാമെന്ന വാഗ്ദാനം നൽകിയെങ്കിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ പഞ്ചായത്ത് ഭരണസമിതി അധികാരമേറ്റെങ്കിലും ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു. ഉണ്ടായിരുന്ന ഫണ്ട് ആദ്യഘട്ട നിർമ്മാണത്തോടെ തീർന്നെന്നും പുതിയ ഫണ്ട് അനുവദിച്ചെത്തിയാൽ മാത്രമേ ഇനി നിർമ്മാണം പൂർത്തീകരിക്കുവാൻ കഴിയൂ എന്നുമാണ് നാട്ടുകാർ പഞ്ചായത്തിൽ ബന്ധപ്പെടുമ്പോൾ നൽകുന്ന മറുപടി. റോഡ് ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരമാകാത്ത പക്ഷം നാട്ടുകാർ ഒന്നടങ്കം പഞ്ചായത്തിനെതിരെ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ്. സിറ്റി വിഷൻ, പൂപ്പാറ. ചെറിയൊരു ഇടവേള. രാജാക്കാടിൽ ആതുര സേവന രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പ്രവർത്തന മികവുമായി മുന്നേറുന്ന കൃപ മെഡിക്കൽസ് മലയോര ജനതയുടെ മികച്ച ആരോഗ്യ പരിപാലനത്തിനായി സമർപ്പിക്കുന്നു കൃപ മെഡിക്കൽ സെന്റർ രാജാക്കാട്. കൃത്യതയോടെയുള്ള രോഗനിർണയത്തിനും മികച്ച ചികിത്സയ്ക്കും വേണ്ടി വിദഗ്ധരായ ഡോക്ടർമാരെയും ഹൈടെക് മെഷീനറികളും മികച്ച നഴ്സിംഗ് ആൻഡ് ടെക്നീഷ്യന്മാരെയും ഉൾപ്പെടുത്തി കുറഞ്ഞ സമയത്തിനുള്ളിൽ രോഗനിർണയവും വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കുന്നു. കൂടാതെ 12 മണിക്കൂർ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി നഴ്സിംഗ് സർവീസോടെ പ്രവർത്തിക്കുന്ന ക്വാളിറ്റി ഹെൽത്ത് കെയർ സെന്റർ, ഡോക്ടേഴ്സ് ക്ലിനിക്, പേഷ്യന്റ് കെയറിംഗ്, പേഷ്യന്റ് മോണിറ്ററിംഗ്, നഴ്സിംഗ് സർവീസസ്, പേഷ്യന്റ് ഒബ്സർവേഷൻ യൂണിറ്റ്, പാലിയേറ്റീവ് കെയറിംഗ്, ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് തുടങ്ങി എല്ലാവിധ ആരോഗ്യ പരിപാലന സൗകര്യങ്ങളും ലഭ്യമാണ്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. കൂടാതെ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു അൾട്രാസൗണ്ട് സ്കാനിംഗ്. രാജാക്കാട്ടിലെ നമ്പർ 1 ഹെൽത്ത് പ്രൊവൈഡർ കൃപ മെഡിക്കൽ സെന്റർ. ഡയറക്ട് കെയർ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, ഡോക്ടേഴ്സ് ക്ലിനിക്, ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ആൻഡ് പേഷ്യന്റ് ഫ്രണ്ട്ലി ഫാർമസി. കൃപ മെഡിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, സെൻട്രൽ ജംഗ്ഷൻ ആൻഡ് മാർക്കറ്റ് റോഡ്, രാജാക്കാട്. The number 1 health provider, കൃപ മെഡിക്കൽ സെന്റർ. We create better health. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്.
ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലവും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. രാജ്യത്ത് നവോത്ഥാനത്തിന് തുടക്കമിട്ടത് ക്രൈസ്തവ സഭകളാണെന്ന് നിയുക്ത MLA സേനാപതി വേണു. മലങ്കര കാത്തലിക് അസോസിയേഷൻ കുമളി മേഖലയുടെ നേതൃത്വത്തിൽ ബാലഗ്രാമിൽ വെച്ച് നടന്ന അൽമയ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊട്ടുകൂടായ്മ നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ അതെല്ലാം മാറ്റിവെച്ച് എല്ലാവരെയും ഒരുപോലെ കണ്ട് മാറ്റി നിർത്തപ്പെട്ട ജനവിഭാഗത്തെ അടക്കം ചേർത്തു നിർത്തി സമൂഹത്തിൽ എല്ലാവരെയും ഒന്നാണെന്ന് സന്ദേശം നൽകിയത് ക്രൈസ്തവ മിഷണറിമാരും അവരുടെ ദീർഘവീക്ഷണം കൊണ്ടാണ് വിദ്യാഭ്യാസ രംഗത്തടക്കം വലിയ മുന്നേറ്റം നടത്താൻ നമ്മുടെ നാടിന് കഴിഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു. മലങ്കര കാത്തലിക് അസോസിയേഷൻ കുമളി മേഖലയുടെ നേതൃത്വത്തിൽ ബാലഗ്രാം സെന്റ് മേരീസ് മലങ്കര സുറിയാനി കാത്തോലിക്ക പള്ളിയിൽ വെച്ച് നടന്ന അൽമായ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അഡ്വക്കേറ്റ് സേനാപതി വേണു. നിരവധി സന്ദേശങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടി ഇവിടെ വൈദികരും അതുപോലെ പ്രാപ്തരായിട്ടുള്ള ആളുകളൊക്കെ കടന്നു വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മനുഷ്യന് ആവശ്യം മതങ്ങൾ തമ്മിലുള്ള സംഘർഷമോ മതങ്ങൾ തമ്മിലുള്ള വൈരമോ അല്ല, മറിച്ച് മതേതരത്വത്തിൽ നിന്ന് എല്ലാ മതങ്ങളെയും സ്വന്തം മക്കളെ പോലെ കാണുവാനും എല്ലാ മതത്തിൻ്റെയും നന്മയെ സ്വീകരിക്കാനും സാംശീകരിക്കാനും പരസ്പരം ബഹുമാനിക്കാനും ആ പരസ്പര ബഹുമാനത്തിലൂടെ നമ്മുടെ നാടിൻ്റെ പുരോഗതി. കാരണം എല്ലാം ശരി, എൻ്റെത് മാത്രമുള്ള ശരിയല്ല, എല്ലാം ശരിയാണ്. ആ ശരിയുടെ ശരിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ലോകത്ത് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വെടിഞ്ഞുകൊണ്ട് ഒരു നല്ല ലോകം കെട്ടിപ്പടുക്കുക, സമാധാനപരമായ ഒരു അന്തരീക്ഷം കെട്ടിപ്പടുക്കുക, ഇത്തരത്തിലുള്ള നന്മയായ കൂട്ടായ്മകൾ നിശ്ചയമായി പങ്കുവഹിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പരിപാടിയിൽ വെച്ച് മലങ്കര സുറിയാനി കാത്തോലിക്ക സഭയുടെ പേരിൽ MLAയെ ആദരിച്ചു. യോഗത്തിൽ MCA മേഖലാ പ്രസിഡന്റ് ജോമോൻ താന്നിക്കൽ അധ്യക്ഷത വഹിച്ചു. 2026 വർഷത്തെ കർമ്മ പദ്ധതിയുടെ പ്രകാശനം അതിരൂപത സെക്രട്ടറി റോയി മധുരത്തിൽ നിർവഹിച്ചു. മേഖലാ ആത്മീയ ഉപദേഷ്ടാവ് ഫാദർ ബെഞ്ചമിൻ വാഴയിൽ, യൂണിറ്റ് ഡയറക്ടർ ഫാദർ ജോസഫ് വില്ലോത്ത, ഭാരവാഹികളായ അനിൽ വലിയപറമ്പിൽ, ആൻസി ലിജു, ലാലി അനി, സജി പീടികയിൽ, സജി മാടഞ്ചെറിയിൽ എന്നിവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ നെടുങ്കണ്ടം. ചെറുതോണിയിൽ ബേസിക് ലൈഫ് സ്പോട്ട് ആൻഡ് ഫസ്റ്റ് എയ്ഡ് ട്രെയിനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. ആസ്റ്റർ മെഡിസിറ്റി, JCI ഇടുക്കി ഗ്രീൻ സിറ്റി, ഗ്ലാഡിയേറ്റർ ജിം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. ഹൃദയാഘാതം സംഭവിക്കുന്ന സാഹചര്യങ്ങളിൽ അടിയന്തരമായി എങ്ങനെ ഇടപെടണം? ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി ശ്വാസം മുട്ടുന്ന അവസ്ഥയിൽ എങ്ങനെ ജീവൻ രക്ഷിക്കാം? വൈദ്യുതാഘാതം, പാമ്പുകടി തുടങ്ങിയ അപകട സാഹചര്യങ്ങളിൽ പ്രാഥമിക ശുശ്രൂഷ എങ്ങനെ നൽകണം തുടങ്ങിയ വിഷയങ്ങളാണ് പരിശീലനത്തിൽ ഉൾപ്പെടുത്തിയത്. ഇത്തരം അടിയന്തര സാഹചര്യങ്ങളിൽ ആംബുലൻസ് എത്തുന്നതിന് മുമ്പ് സാധാരണക്കാർ നൽകുന്ന കൃത്യമായ പ്രാഥമിക ശുശ്രൂഷ പലപ്പോഴും ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ നിർണായകമാകുമെന്ന് പരിശീലകർ വ്യക്തമാക്കി. ആ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ നമുക്ക് എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയാണ്. നമ്മൾ ഡോക്ടേഴ്സ് അല്ല, നഴ്സുമാരല്ല, മെഡിക്കൽ ഫീൽഡിൽ ഒരു ബന്ധവും ഇല്ലാത്ത ആൾക്കാരാണ്. ആ ഒരു സമയം നിങ്ങൾക്ക് പബ്ലിക്കായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാരണം നാളെ ഇത് നമ്മുടെ വീട്ടിലാവാം, റോഡിൽ കൂടെ നടക്കുമ്പോൾ ആവാം, ഏതൊരു സ്ഥലത്തും ആവാം ആണ്. സോ ആ ഒരു സിറ്റുവേഷൻ ആണ് ഞാനിവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? ഫൈൻ. അപ്പൊ അതിന്റെ ഒരു ഇനിഷ്യേറ്റീവ് ആണ്. ഇതുപോലെ തന്നെ ഒരു സെയിം സിനാരിയോ എൻ്റെ ഒരു അവിടുത്തെ ഡോക്ടർ വെളുപ്പിന് 5 മണിക്ക് പുള്ളിക്കാരൻ നടക്കുന്ന ഇടയിൽ പെട്ടെന്ന് കുഴഞ്ഞു വീണു. ആളവിടെ നിന്ന് കിടന്നു. വെളുപ്പിന് 5 മണിയായിട്ട് പോകുന്ന ആൾക്കാർ വിചാരിച്ചു എന്തോ കള്ളു കുടിച്ചിട്ട് എന്തോ കിടക്കുന്ന ആളാണ്. ആരും ഒന്നും നോക്കാനും പോയില്ല, തട്ടാനും പോയില്ല. സമൂഹത്തിലെ ഓരോരുത്തർക്കും അടിസ്ഥാന ജീവൻ രക്ഷാ പരിശീലനം അനിവാര്യമാണെന്നും വീടുകളിലും പൊതുസ്ഥലങ്ങളിലും ജോലി സ്ഥലങ്ങളിലും ഇത്തരം അറിവുകൾ ഉണ്ടായിരിക്കേണ്ടത് കാലത്തിന്റെ ആവശ്യമായി മാറിയിട്ടുണ്ടെന്നും
പരിപാടിയിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. നിരവധി സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും പരിശീലനത്തിൽ പങ്കെടുത്തു. പരിശീലനം പൂർത്തിയാക്കിയവർക്ക് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. JCI ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടികൾക്ക് ആസ്റ്റർ മെഡിസിറ്റിയിലെ ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും നേതൃത്വം നൽകി. ഡോക്ടർ സനിൻ ഹനീഫ, EMT ജിനു കൃഷ്ണ, JCI പ്രസിഡന്റ് ഡോക്ടർ നിജോ ജോസഫ, ഗ്ലാഡിയേറ്റർ ജിം ട്രെയിനർ അനൂപ് മാത്യു എന്നിവർ പരിശീലന പരിപാടികൾക്ക് നേതൃത്വം നൽകി. സിറ്റി വിഷൻ ഇടുക്കി. ഹൈറേഞ്ച് NSS വനിതാ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ വനിതാ സമാജം ഭാരവാഹികളുടെ മേഖലാ നേതൃയോഗവും ശില്പശാലയും സംഘടിപ്പിച്ചു. ഹൈറേഞ്ച് NSS യൂണിയൻ ചെയർമാൻ KS അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പട്ടം കോളനി NSS കരയോഗ മന്ദിരത്തിലാണ് ഹൈറേഞ്ച് NSS വനിതാ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ വനിതാ സമാജം ഭാരവാഹികളുടെ മേഖലാ നേതൃയോഗവും ശില്പശാലയും സംഘടിപ്പിച്ചത്. വനിതാ യൂണിയൻ പ്രസിഡന്റ് ഉഷാകുമാരി M നായരുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗം ഹൈറേഞ്ച് NSS യൂണിയൻ ചെയർമാൻ KS അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. അംഗത്തിനും കൃത്യമായ ഒരു ബോധ്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ യോഗത്തിന്റെ പ്രധാനമായ യോഗത്തിൽ തന്നെ നമ്മൾ പേരിട്ടിരിക്കുന്നത് സംസ്കൃതി. ഒരു വലിയ സംസ്കാരത്തെയാണ് നമ്മൾ എന്നും മുറുകെ പിടിച്ചത്. നായക സമുദായത്തിന്റെ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് ഒരു സംസ്കാരം നിലനിർത്തുക. ആ സംസ്കാരം നിലനിർത്തിക്കൊണ്ട് എന്നും നമ്മുടെ ഭാരതം ശ്രേഷ്ഠമായി നിന്നിട്ടുള്ളത് എപ്പോഴൊക്കെയാണോ സ്ത്രീകൾ പൂജനീയരായിരുന്നത് ആ കാലയളവിലെല്ലാം ഭാരതം സർവശ്രേഷ്ഠ പദവിയിലായി. NSS കരയോഗം സൂപ്രണ്ട് B ഗോപാലകൃഷ്ണൻ നായർ ശില്പശാലയിൽ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. വനിതാ യൂണിയൻ സെക്രട്ടറി ഓമന ബാബുലാൽ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് വനിതാ യൂണിയൻ ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പും നടന്നു. രക്ഷാധികാരിയായി കൃഷ്ണമ്മ അരവിന്ദൻ, പ്രസിഡന്റായി ഉഷാകുമാരി M നായർ, സെക്രട്ടറിയായി ഓമന ബാബുലാൽ, ട്രഷറർ ആയി P ഇന്ദിര, വൈസ് പ്രസിഡന്റായി ഗീത മധു, ജോയിന്റ് സെക്രട്ടറിയായി പത്മാവതി അമ്മ, കമ്മിറ്റി അംഗങ്ങളായി ഓമന ഉണ്ണികൃഷ്ണൻ, പുഷ്പ സുഭാഷ്, മായ ഹരിലാൽ, അജിത ഹരി, അമ്പിളി റിജി എന്നിവരടങ്ങുന്ന 11 അംഗ വനിതാ യൂണിയൻ ഭരണസമിതിയെ തെരഞ്ഞെടുത്തു. യൂണിയൻ സെക്രട്ടറി PT അജയൻ നായർ, യൂണിയൻ ഭരണസമിതി അംഗം KN സുകുമാരൻ നായർ, PB പ്രഭാകരൻ നായർ, KB അജയകുമാർ, ഹരി S നായർ, വനിതാ യൂണിയൻ രക്ഷാധികാരി കൃഷ്ണമ്മ അരവിന്ദൻ, വനിതാ യൂണിയൻ സെക്രട്ടറി ഓമന ബാബുലാൽ, ട്രഷറർ P ഇന്ദിര എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. ഹൈറേഞ്ച് NSS വനിതാ യൂണിയന് കീഴിലുള്ള 200ഓളം വനിതാ സമാജം ഭാരവാഹികൾ അടക്കം പരിപാടിയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ നെടുങ്കണ്ടം. നാരുപാറ ഡബിൾ കട്ടിംഗ് ശ്രീ അന്നപൂർണേശ്വരി ഭദ്രകാളി ഗുരുദേവ ക്ഷേത്രത്തിൽ ധ്വജപ്രതിഷ്ഠയും ചുറ്റമ്പല സമർപ്പണവും നടന്നു. ക്ഷേത്രതന്ത്രി സുരേഷ് ശ്രീധർ തന്ത്രികൾ, ക്ഷേത്രം ഉപദേഷ്ടാവ് ബോധിതീർത്ഥ സ്വാമികൾ, ക്ഷേത്ര മേൽശാന്തി സുരേഷ് ബാബു നാദശർമ്മ ശാന്തികൾ എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പൂജാ ചടങ്ങുകൾ നടത്തിയത്. നാരുപാറ ശ്രീ അന്നപൂർണേശ്വരി ഭദ്രകാളി ഗുരുദേവ ക്ഷേത്രത്തിലെ ധ്വജപ്രതിഷ്ഠയും ഗുരുദേവ പഞ്ചലോഹ പ്രതിഷ്ഠയും ഗണപതി പ്രതിഷ്ഠയുമാണ് നടത്തിയത്. രാവിലെ 5:30 പള്ളി ഉണർത്തലോടുകൂടി ആരംഭിച്ച ക്ഷേത്ര ചടങ്ങുകൾ പ്രഭാതപേരി, ഗണപതി ഹോമം, ഉഷപൂജ, ഉച്ചപൂജ, അഷ്ടദ്രവ്യ സമേത ഗണപതി പൂജ, അധിവാസം വിടർത്തൽ, പ്രതിഷ്ഠാ ഹോമം, അഷ്ടബന്ധ നവീകരണ കലശ പൂജകൾക്കും ശേഷമാണ് ഗുരുദേവ പ്രതിഷ്ഠയും ഗണപതി പ്രതിഷ്ഠയും ധ്വജപ്രതിഷ്ഠയും നടത്തിയത്. ക്ഷേത്രം തന്ത്രി സുരേഷ് ശ്രീധർ തന്ത്രികൾ, ക്ഷേത്രം ഉപദേഷ്ടാവ് ശിവഗിരി മഠം ബോധതീർത്ഥ സ്വാമികൾ, ക്ഷേത്രം മേൽശാന്തി സുരേഷ് ബാബുനാഥ ശർമ്മ ശാന്തികൾ എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠാ ചടങ്ങുകൾ നടത്തിയത്. ഒരു ചെറിയ ഭജനമഠമായിരുന്ന ഈ പ്രസ്ഥാനം ഇന്ന് ഇടുക്കി ജില്ലയിലെ ഒരു മഹത്തരമായ ആരാധനാ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ചുറ്റമ്പലത്തോടു കൂടിയ ക്ഷേത്ര സമുച്ചയം, അത് ശില്പചാരുതയോടുകൂടി ഭാരതീയ ശാസ്ത്രവിദ്യ നിപുണതയോടുകൂടി പണിതീർത്തിരിക്കുകയാണ്. ആളുകളുടെ ഇവിടെ ഈ ക്ഷേത്രം വന്നതിന് ശേഷം ഇത്രയും ആളുകൾക്ക് വരാനും പോകാനുമുള്ള സൗകര്യമായി ക്ഷേത്ര പൂജ നടത്താനായി. അതുമാത്രമല്ല അവിടെ എല്ലാവിധ ഭൗതികമായ ഉയർച്ചയ്ക്കും കാരണമായിട്ടുണ്ട്. എത്രയോ പേര് വീടില്ലാതെയും മറ്റൊക്കെ ഇരുന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. അതിപ്പോൾ ഏതായാലും അവർക്ക് വീടുമായി, വണ്ടിയായി, മക്കൾ പഠിക്കുന്ന ജോലിയായി എല്ലാം ആയിട്ടുണ്ട്. അതിലെല്ലാം വളരെ സന്തോഷമുണ്ട്. SNDP യോഗം ഇടുക്കി യൂണിയൻ സെക്രട്ടറി സുരേഷ് കോട്ടയ്ക്കകത്ത്, ശാഖായോഗം പ്രസിഡന്റ് സുരേഷ് ബാബു തേവർകാട്ടിൽ, വൈസ് പ്രസിഡന്റ് തങ്കച്ചൻ പുത്തേട്ട്, സെക്രട്ടറി സുനിൽ കൊച്ചയ്യത്ത്, ക്ഷേത്രം രക്ഷാധികാരി വിശ്വനാഥൻ ചാലിൽ, ദേവസ്വം ചെയർമാൻ ബിനീഷ് കോട്ടൂർ, സെക്രട്ടറി സന്തോഷ് വാർത്താത്ത്, റജി നമ്പ്യാർ മഠത്തിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ ഇടുക്കി. നോക്കാം ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം.
22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ, രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്, 92.5 വെള്ളി ആഭരണങ്ങൾ, ഏവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 14,320 രൂപ, പവന് 1,14,560 രൂപ, വെള്ളി ഗ്രാമിന് 300 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 16ാം കേരള നിയമസഭയിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 21 അംഗങ്ങളുള്ള വി ഡി സതീശൻ മന്ത്രിസഭയാണ് അധികാരമേറ്റത്. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ തുടങ്ങിയവരും പങ്കെടുത്തു. പീരുമേട്ടിലെ തോട്ടം തൊഴിലാളികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് നിയുക്ത പീരുമേട് MLA അഡ്വക്കേറ്റ് സിറിയക് തോമസ്. പീരുമേട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാവുന്നയാളാണ് മുഖ്യമന്ത്രിയെന്നും സിറിയക്. ഇടുക്കി DCC പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസിനെതിരെ നടത്തിയ പരാമർശത്തിൽ DCC പ്രസിഡന്റിനെതിരെ സോഷ്യൽ മീഡിയയിലും പോരാട്ടം. CP മാത്യുവിനെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പോസ്റ്റുകൾ നിറയുന്നു. വീതി കൂട്ടി നിർമ്മിക്കുന്നതിനായി ഉണ്ടായിരുന്ന റോഡ് കുത്തിപ്പൊളിച്ചിട്ട് 8 മാസം പിന്നിടുന്നു. കാൽനട പോലും കടന്നു പോകുവാൻ കഴിയാതെ ദുരിതമനുഭവിക്കുകയാണ് ശാന്തൻപാറ പഞ്ചായത്തിലെ കൂന്തപ്പനത്തേരിയിലുള്ള 50ഓളം കുടുംബങ്ങൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.